ഇന്നത്തെ വീഡിയോയിൽ ഒരു ആലിയ കട്ട് മോഡൽ ചുരിദാറാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത ലൈനിങ് എന്ന് പറയുന്നത് ഒരു ഡബിൾ മുണ്ടാണ്. പിന്നെ സാധാരണ ഒരു ചുരിദാറാണ് കേട്ടോ ഇതിന് അളവിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിൻറ്റഡ് ജോർജറ്റ് മെറ്റീരിയലാണ് ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ ഒരു അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും ശരി, ചെസ്റ്റ് ഭാഗത്ത് നമ്മൾ ലൈനിങ് വെച്ചാലാണ് അതിനൊരു വൃത്തി കിട്ടുക. പിന്നെ ചെസ്റ്റ് ഇറക്കം നമ്മൾ സാധാരണ ചുരിദാർ എങ്ങനെയാണോ മടക്കി കട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ കഴുത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് മോഡൽ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. പൊതുവേ ആലിയ കട്ട് മോഡൽ ചുരിദാറൊക്കെ നമ്മൾ കണ്ടുവരുന്നത് വീനക്ക് കഴുത്തിലാണല്ലേ, അതുകൊണ്ട് ഞാനിതിൽ വീനക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കഴുത്ത് എങ്ങനെയാണ്, കൈക്കുഴി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിതിൻ്റെ കഴുത്തിൻ്റെയും ഷോൾഡറിൻ്റെയും കൈക്കുഴിയുടെയും ഒക്കെ അളവ് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾക്കിതിന് എത്ര ഇറക്കം വേണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്ര ഇറക്കം വേണം എന്നുള്ളത്. അത്ര ഇറക്കം ഓരോരുത്തർക്ക്. അപ്പം ഞാനിതിനൊരു 13 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മുടെ നെഞ്ചിൻ്റെ കുഴി ഉണ്ടല്ലോ, ആ കുഴി ഭാഗത്തു നിന്ന് ഒരു കർവ് മോഡൽ നമ്മുടെ ഇറക്കത്തിലേക്ക് 13 ഇഞ്ചിലേക്ക് അങ്ങ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ, കാരണം നമുക്കറിയാം ആലിയ കട്ട് മോഡൽ ചുരിദാർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന്. ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതുപോലൊരു ബോക്സ് നമ്മൾ വരയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ ഷോൾഡറിൻ്റെ വീതി അതൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിനുള്ളിൽ ഒതുങ്ങത്തക്ക തരത്തിലാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചുരിദാർ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഇറക്കം എങ്ങനെയാണോ വരേണ്ടത് എന്നുള്ളത് ഈ ഒരു മോഡലിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഈ ഒരു പ്രിൻ്റഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ കുറച്ച് വർക്ക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം, ഒരു ആരി വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ളൊരു ചുരിദാർ മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. നമുക്കാണെങ്കിൽ ആരി വർക്ക് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ അറിയുന്നില്ലെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലേ. കൈ കൊണ്ട് തന്നെ നമുക്കത് തുന്നിയെടുക്കാം. ഇനിയിപ്പോൾ തുന്നാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഒട്ടുന്ന ഗമ്മൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഗം ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോൺസും ബീഡ്സും മിറേഴ്സും ഒക്കെ നമുക്ക് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഇതിലിങ്ങനെ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ സ്റ്റോൺസ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഫ്ലവർ വരച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നല്ല ഭംഗി ഉണ്ടാവും ചുരിദാറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആരി വർക്ക്സൊക്കെ ചെയ്യാനും കൈ കൊണ്ടൊക്കെ തുന്നിയെടുക്കാനൊക്കെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗം ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതുപോലത്തെ ഫ്ലവേഴ്സാണ് ഇതിൽ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാണോ ഇഷ്ടമെങ്കിൽ അതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഫ്ലവേഴ്സ് തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെയാണ് ഒരു പാക്കറ്റിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ബീഡ്സാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഫ്ലവേഴ്സിൻ്റെ ഈ ഇതളുകളൊക്കെ തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരി വർക്ക്സ് ചെയ്യാൻ എനിക്കും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ആരി വർക്ക്സിന് പകരം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കൈ കൊണ്ട് തന്നെ തുന്നും, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. നല്ല പശ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്നൊന്നും പോവൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ ഒട്ടി നിൽക്കും, പെട്ടെന്ന് അത് പോവൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഒരു ഗമ്മാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ ബട്ടൺ ഹൗസിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമുക്കിതൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ റിങ് നമ്മുടെ കയ്യിലുണ്ടാവണം നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ റിങ്ങാണുള്ളത്. ഒന്നുകൂടെ വലിയ റിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഇതുപോലെ റിങ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടെ വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഈ റിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ബീഡ്സൊക്കെ തുന്നിയെടുക്കാം കേട്ടോ. കുറച്ച് സമയവും കുറച്ച് ക്ഷമയും നമ്മൾ മാറ്റി വയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇതുപോലെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന്. സ്റ്റിച്ചിങ്ങോ ആരി വർക്ക്സ് എംബ്രോയ്ഡറിങ്ങോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ
എനിക്കത് കഴിയും, എനിക്കത് സാധിക്കും, ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെച്ചാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിനോടുള്ളൊരു ഇഷ്ടം കൂടി നമ്മുടെ ഉള്ളിലുണ്ടായാൽ മാത്രം മതി. അപ്പം ഞാനും ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കാം, ക്ഷമയും മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുന്നിയെടുക്കാം. നമ്മളെടുത്തുള്ള ആ ഒരു ബീഡ്സൊക്കെ ഉണ്ടല്ലോ, ആ ബീഡ്സൊക്കെ നമുക്ക് തുന്നിയെടുക്കാം. ഫൈനലി നമ്മുടെ ബീഡ്സൊക്കെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ നടുവിൽ ഒരു ചെറിയ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ബട്ടൺ ഹൗസിൽ നിന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാനങ്ങ് മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പശ തേച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ തരി പോലത്തെ, മണൽത്തരി പോലത്തെ ഒരു സംഭവമാണ് അത് മേടിച്ചു. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മിറേഴ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വട്ടത്തിൽ റൗണ്ട് ഷേപ്പാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല. പക്ഷേ ഇതും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കറിയാം ആലിയ കട്ട് ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ അതിന് ഈ താഴെ ഇങ്ങനെ നമ്മുടെ നെഞ്ചുകുഴി വരെ, അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ അളവെടുക്കുന്നത് അതുവരെ ഇങ്ങനെ താഴെ എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി കൊടുത്താലാണല്ലേ അതിൻ്റെ ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ അവിടെയൊക്കെ മിറർ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കഴുത്തിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക, നമുക്ക് പറ്റും. ഇതുപോലെ ബട്ടൺ ഹൗസിലൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത്ര റേറ്റൊന്നുമില്ല. ഒരു പാക്കറ്റിന് 10 രൂപ, 20 രൂപ, 15 രൂപ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വർക്ക് കഴിഞ്ഞു, നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു ഭാഗത്തെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും താഴത്തേക്ക് നമ്മൾക്ക് ഞെറി വിട്ട് കൊടുക്കേണ്ട തുണി ഉണ്ടല്ലോ, അത് ഞാൻ ഒരു തുണി നടുമടക്കിയിട്ട് കയ്യിനുള്ള ഭാഗം ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് 2 ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കട്ടിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനുള്ള അതും നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് വെച്ചിട്ട് കഴുത്തിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ മിറർ വർക്കൊക്കെ അവിടെ ചെയ്തത് കാരണം തന്നെ അതിൻ്റെ മേലേക്ക് സൂചി തട്ടാതെ പതുക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് അടിച്ചെടുക്കൽ കഴിഞ്ഞു. അപ്പം ഇനി ഈ ഭാഗത്തിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ താഴത്തെ ഭാഗം ഞെറിവ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഞാൻ ചെറിയ ഞെറിവ് എടുക്കുന്നില്ല. പകരം ഞാൻ ചെയ്യുന്നത് ഈ തുണി വിരിച്ചിട്ടിട്ട് വെറുതെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. വെറുതെ ഒന്ന് തയ്ച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്ച്ച് കഴിഞ്ഞ നൂലുണ്ടല്ലോ, ആ നൂല് 2 സൈഡിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ തുണി അങ്ങ് ചുരുങ്ങി കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞെറിവ് കൊടുക്കുന്നത്. കാരണം ഇത് കുഴഞ്ഞ തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്താലും വൃത്തിയിൽ തന്നെ കിടക്കും. കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഞെറിവ് ഇട്ട് കൊടുക്കുന്നതാവും അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുക. ജോർജറ്റിൻ്റെ ഒക്കെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നൂല് പിടിച്ചിട്ട് വലിച്ചാൽ മതി കേട്ടോ. ഇനി ചെസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഭാഗവും താഴെ ഞെറിവ് എടുത്ത ഭാഗവും ഉണ്ടല്ലോ, അതൊന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിലും തയ്ച്ചു കൊടുക്കാം.
നമ്മുടെ ചുരിദാറിൻ്റെ ആലിയ കട്ട് മോഡൽ ചുരിദാറിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ തയ്ച്ചു കൊടുത്തു. അതിന് കൈയൊക്കെ വെച്ച് കൊടുത്തു. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രിൻ്റഡ് വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തയ്ച്ചു കൊടുക്കാതെ നമ്മുടെ ചെസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബീഡ്സോ സ്റ്റോൺസോ മിറർ വർക്കോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.